ഞാൻ സുജാനെ വടക്കൻ പറമ്പിൽ പൂങ്കാവ് അവർ ലേഡി ഓഫ് അസംഷൻ ഇടവക ദേവാലയത്തിലെ ട്രസ്റ്റി അംഗം എന്ന നിലയിൽ ഇടവകയിലെ സ്ഥാപന ജംഗമ വസ്തുക്കൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഇടവക വികാരിയോട് സത്യസന്ധതയോടും ആത്മാർത്ഥതയോടും വിശ്വസ്തയോടും കൂറും സ്നേഹവും പുലർത്തി സഹകരിച്ചു കൊള്ളാമെന്ന് വചനം സാക്ഷിയായി സത്യം ചെയ്തുകൊള്ളുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ദക്ഷിണേന്ത്യയിലെ സുപ്രസിദ്ധ നോമ്പുകാല തീർത്ഥാടന കേന്ദ്രമാണ് ആലപ്പുഴ പൂങ്കാവ് അവർ ലേഡി ഓഫ് അസംഷൻ ദേവാലയം. ഏറെ പ്രസിദ്ധമായ ഈ ദേവാലയം ഇന്ന് മാധ്യമശ്രദ്ധ നേടിയിരിക്കുകയാണ്. പുരുഷന്മാർ നേതൃസ്ഥാനത്ത് എത്തിയിരുന്ന കൈക്കാരൻ പദവിയിൽ ഇന്ന് പൂങ്കാവ് ഇടവകയിലെ സുജ അനിൽ നിയമിതയായിരിക്കുകയാണ്. ഞാൻ സുജാനിൽ. ഇത് എൻ്റെ ഇടവക പൂങ്കാവ് അവർ ലേഡി ഓഫ് അസംഷൻ ചർച്ച്. ഈ ദേവാലയത്തിലെ ഇടവക ട്രസ്റ്റിയാണ് ഞാൻ. ആയിരത്തി 1860 നമ്മളുടെ ഈ ദേവാലയം ഇവിടെ സ്ഥാപിതമായിട്ടുള്ളത്. 2000 മുകളിൽ കുടുംബാംഗങ്ങളുള്ള ഈ ദേവാലയത്തിലെ കൈക്കാരൻ്റെ സ്ഥാനത്തേക്ക് വരിക എന്നുള്ളത് ഒരു ഭാരിച്ച ചുമതല തന്നെയാണ്. എൻ്റെ ഭർത്താവും മോളും എൻ്റെ അമ്മയും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. വീട്ടിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ദേവാലയത്തിലേക്ക് വരുന്നത്. ഞാൻ എൻ്റെ കുഞ്ഞുനാൾ മുതലോട്ട് തന്നെ കിട്ടുന്ന സമയങ്ങളെല്ലാം മാതാവിന് ജപമാല സമർപ്പിക്കുമായിരുന്നു. ഇപ്പോൾ ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്ന ടൈമാണെങ്കിൽ പോലും എന്നോടൊപ്പം ആരുമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എനിക്ക് വേണ്ടിയിട്ടല്ല, ഞാൻ മറ്റുള്ളവരെ സമർപ്പിച്ച ഓരോ രഹസ്യം ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ ഇങ്ങനെയൊരു സ്ഥാനം എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ ഓർക്കുന്നത് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിരിക്കുന്ന ഓരോരുത്തരുടെയും അനുഗ്രഹമാണ് ഇങ്ങനെയൊരു ദൈവത്തിന് വേണ്ടിയിട്ടൊരു വേല ചെയ്യുന്നതിന് വേണ്ടി എന്നെ തിരഞ്ഞെടുക്കുന്നതിന് നിമിത്തമായതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്നും മാതാവ് എന്നോടൊപ്പമുണ്ടെന്നുള്ള ഉറച്ച വിശ്വാസം എന്നോടൊപ്പമുണ്ട്. ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് നോമ്പുകാലത്ത് തീർത്ഥാടന കേന്ദ്രമായ ആലപ്പുഴ പൂങ്കാവ് അവർ ലേഡി ഓഫ് അസംഷൻ ദേവാലയം സന്ദർശിക്കാൻ എത്തുന്നത്. ഏറെ പ്രത്യേകമായി വലിയ ആഴ്ചയിൽ പെസഹ വ്യാഴാഴ്ചയിലെ ദീപക്കാഴ്ചയും ദുഃഖവെള്ളിയിലെ നഗരി കാണിക്കൽ ശുശ്രൂഷയും ഈ ദേവാലയത്തിന്റെ പ്രത്യേകതകളാണ്. സുജ ഇതിനെല്ലാം സാക്ഷിയും അനുഭവസ്ഥയുമാണ്. സ്വർഗാരോപിത മാതാവിൻ്റെ നാമധേയത്തിലാണ് ഈ ദേവാലയം ഉള്ളതെങ്കിലും വിശുദ്ധ വാരത്തിലെ ദുഃഖവെള്ളിയാഴ്ച കർത്താവിൻ്റെ പീഡാനുഭവ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള നഗരി കാണിക്കലിനാണ് ദക്ഷിണേന്ത്യയിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായി ഈ ദേവാലയം അറിയപ്പെടുന്നത്. കഴിഞ്ഞ വർഷം മുതൽ നഗരി കാണിക്കലിൽ പ്രത്യേകതയായി കർത്താവിൻ്റെ തിരുസ്വരൂപവും വഹിച്ചുകൊണ്ട് നഗരി കാണിക്കൽ വരുമ്പോൾ തിരുസ്വരൂപത്തിൽ പുറകെ വിലാപയാത്രയിൽ മാതാവും പങ്കെടുക്കുന്ന രീതിയിലാണ് കഴിഞ്ഞ വർഷം മുതൽ ഈ ദേവാലയത്തിലെ നഗരി കാണിക്കൽ നടക്കുന്നത്. ഈ നഗരി കാണിക്കലിൽ പങ്കെടുത്തവർക്കെല്ലാം ഒത്തിരിയേറെ അനുഗ്രഹങ്ങളാണ് സാക്ഷ്യങ്ങളായി പറയുവാനുള്ളത്. ഈ ഇടവകയിൽ അവർ വന്ന് അത് സാക്ഷ്യപ്പെടുത്തുന്നുമുണ്ട്. ഞാൻ കഴിഞ്ഞ ടേമിൽ ഇവിടെ പഞ്ചായത്ത് മെമ്പറായിരുന്നു. പഞ്ചായത്ത് മെമ്പറായിട്ടിരിക്കുന്ന സമയത്ത് പൊതുപ്രവർത്തനങ്ങളിലൂടെ ഒത്തിരിയേറെ കാര്യങ്ങൾ എനിക്ക് ചെയ്യുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. വീണ്ടും ദേവാലയത്തിൻ്റെ ഒരു അംഗം അല്ലെങ്കിൽ ഒരു ട്രസ്റ്റി എന്നുള്ള ആ ഒരു നിലയിലേക്ക് എന്നെ തിരഞ്ഞെടുത്തപ്പോൾ ദൈവത്തിന് വേണ്ടി എന്നെക്കൊണ്ടാവുന്ന വേല ചെയ്യുന്നതിന് എന്നെ തിരഞ്ഞെടുത്തതിൽ എനിക്ക് ഒത്തിരിയേറെ സന്തോഷമുണ്ട്. എന്നെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി മനസ്സ് കാണിച്ച എൻ്റെ ഇടവക ജനങ്ങൾ, ഈ പള്ളിയിലെ വികാരിയച്ഛൻ, എൻ്റെ കുടുംബാംഗങ്ങൾ, ഇവരുടെയൊക്കെ പൂർണ്ണ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇന്നിങ്ങനെ ഒരു ട്രസ്റ്റി എന്നുള്ളൊരു സ്ഥാനത്തേക്ക് എനിക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിച്ചത്. ഈ ഒരു സ്ഥാനത്തേക്ക് എന്നെ എത്തിച്ച എൻ്റെ കർത്താവിനോട്
എൻ്റെ ഇടവക ജനങ്ങളോട് എല്ലാവരോടും ഒത്തിരിയേറെ നന്ദി. കർത്താവിന് മഹത്വം. കർത്താവിൻ്റെ കുരിശിൻ ചൂട്ടിൽ പരിശുദ്ധ അമ്മയോടൊപ്പം ഏതാനും സ്ത്രീകളുമുണ്ടായിരുന്നു. കർത്താവിൻ്റെ ശുശ്രൂഷയിൽ അനേകം സ്ത്രീകൾ ഈശോയെ സഹായിക്കുവാനുണ്ടായിരുന്നു. ഇതേപോലെ ഈ കാലഘട്ടത്തിലും ദൈവരാജ്യം പടുത്തുയർത്തുവാൻ സഭയോടൊത്ത് ദേവാലയത്തോടൊത്ത് ഇനിയും സ്ത്രീകൾ മുന്നോട്ട് വരട്ടെ. അനേകം സ്ത്രീകൾക്ക് മാതൃകയാണ് സുജയുടെ ഈ സാക്ഷ്യവും ഈ ദേവാലയത്തിലെ ട്രസ്റ്റിയായിട്ടുള്ള ശുശ്രൂഷയും. സജി ആൻ്റണി, ഷെക്കീന ന്യൂസ്.